ശബരിമല സംരക്ഷണ ജ്യോതി തെളിയിച്ചു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ജിംഗിൾ ഗോൾഡ് ഫെസ്റ്റ് ഡിസംബർ 22 മുതൽ 27 വരെ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ CPM നേതാക്കന്മാർക്ക് സംസ്ഥാന സർക്കാർ സംരക്ഷണം കൊടുക്കുകയാണെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് സംരക്ഷണ ജ്യോതി തെളിയിച്ചു. ചെറുപുഴ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മകരവിളക്ക് ദിനത്തിൽ നടന്ന പ്രതിഷേധ യോഗം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഇന്ന് മനസ്സും കണ്ണും കുളിർക്കുന്ന ഒരു സുപ്രധാനമായ ദിനമാണ്. മകരവിളക്ക് ദിനത്തിൽ മകരജ്യോതി കാണാൻ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള അയ്യപ്പ ഭക്തർ ഇന്ന് ഏറ്റവും വളരെ സുപ്രധാനമായ ദിനത്തിൽ കാതോർത്തിരിക്കുക, കണ്ണും കാതും ആ നിമിഷത്തിനായിട്ട് വിനിയോഗിക്കുമ്പോൾ നമുക്കറിയാം, സർക്കാർ സ്പോൺസേഡ്, സർക്കാരിന്റെ മുൻ MLA ഉൾപ്പെടെ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ, പിണറായി വിജയന്റെ ഏറ്റവും സ്വന്തം സഹചാരിയായ N. വാസു ഉൾപ്പെടെ ഇന്ന് ജയിലറയ്ക്കുള്ളിലാണ്. എന്ത് ഈ ലോകത്തുള്ള സാധാരണപ്പെട്ട അയ്യപ്പ ഭക്തർ കാണിക്കയിട്ടുകൊണ്ടും അവരുടെ ഏറ്റവും വലിയ ആത്മസമർപ്പണം നടത്തുന്ന അയ്യപ്പ ക്ഷേത്രത്തിന്റെ സ്വത്ത് നിരീശ്വരവാദികളായ സർക്കാർ പ്രതിനിധികൾ സർക്കാർ സ്പോൺസേഡ് പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ട് ആ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് CPM-ന്റെ ഉന്നത നേതാക്കളടക്കം പ്രതികളാക്കി ചേർക്കപ്പെട്ടിട്ടും അവർക്കെതിരെ യാതൊരു നടപടിയും എടുക്കാതെ, പാർട്ടിയിൽ നിന്ന് പോലും പുറത്താക്കാതെ ഇന്നും ഈ നാട്ടിലെ സാധാരണക്കാരായ അയ്യപ്പ ഭക്തരെ വെല്ലുവിളിക്കുന്ന ഒരു ധിക്കാരപരമായ നടപടിയുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. മുൻ MLA ഉൾപ്പെടെ വലിയ ഉന്നതർ ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടും ഏറ്റവും ഒടുവിലായിട്ട് ദിനേശ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഉൾപ്പെടെ ഉള്ളിലോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളപ്പോൾ തന്ത്രിനെ മുമ്പിൽ നിർത്തി മന്ത്രിയിലോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി ആ കേസിന്റെ വഴി തിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ കേസ് മുമ്പോട്ട് പോകുന്നത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രണവ് കരാള അധ്യക്ഷത വഹിച്ചു. വിശ്വാസപ്രകാരം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ്. മകരജ്യോതി. ഇന്ന് ഈ ദിവസത്തിൽ യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് കടന്നു വന്നത് എന്തിനാണെന്ന് ഇവിടെയുള്ള നാട്ടുകാർക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കട്ട CPM നേതാക്കളെ തീർത്തും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായാണ് ഇന്ന് ഈ ദിവസം ചെറുപുഴ ടൗൺ എന്ന് പറയുമ്പോൾ ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രം ഉൾപ്പെടെ ഇന്ന് ഈ ദിവസത്തിൽ വളരെ വലിയ ആഘോഷപരമായി പരിപാടികൾ നടത്തുകയാണ്. ഇന്ന് ഈ ദിവസവും ഇങ്ങനൊരു പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ശബരിമലയിൽ ശ്രീ അയ്യപ്പന് പോലും രക്ഷയില്ലാത്ത ഒരു ഭരണമാണ് ഇന്നിവിടെ ഈ പിണറായി സർക്കാർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് TP ശ്രീനിഷ്, ചെറുപുഴ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KD പ്രവീൺ, പഞ്ചായത്ത് അംഗം പ്രിൻസ് വെള്ളക്കട, P. മിഥുൻ, P. പ്രതീഷ്, സാജു കണിയാമ്പറമ്പിൽ, KV ധനു, വൈഷ്ണവ് വിജയൻ, അമൽ ശശീന്ദ്രൻ, M. രാഹുൽ, K. ആദർശ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരുപോലെ കണ്ടിരുന്ന ഈ രാജ്യത്തിലേക്ക്, സംസ്ഥാനത്തിലേക്ക് ഇടതുപക്ഷ മുന്നണി കടന്നു വന്നതോടുകൂടി നമ്മുടെയൊക്കെ വിശ്വാസങ്ങളെയും വിശ്വാസികളെയും കീഴ്മേൽ മറിച്ചുകൊണ്ട് അവരുടെ വിശ്വാസത്തില് വാൾമുന കൊണ്ട് വിരൽ ചൂണ്ടി പോകുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രാധാന്യം പോലെ ശബരിമല അയ്യപ്പ സന്നിധിയിലെ അയ്യപ്പന്മാര് എത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ
മകര സംക്രമ ദിനത്തില് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടിയായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എത്രത്തോളം വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, ഈ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ വഞ്ചിച്ച ഒരു ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ EK നായനാർ മുതൽ ഒരുപക്ഷെ ആദ്യ ഒരുപാട് മുഖ്യമന്ത്രിമാർ ഈ കേരളം ഭരിച്ചിട്ടുണ്ട്. ഇന്നത്തെ പോലെ പിണറായി വിജയന്റെ കാലത്തുണ്ടായിട്ടുള്ള ഒരു കൊടും കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു ഭരണാധികാരിയുടെയും കാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ 2 മാസക്കാലമായി ശബരിമലയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് വലിയ കൊള്ളയാണ്. ശബരിമലയെ കൊള്ളമലയാക്കി തീർത്ത ഇടതുപക്ഷ സർക്കാരിനും പിണറായി ഗവൺമെന്റിന്റെ 10 വർഷക്കാലം പോറ്റിയെ കയറ്റിക്കൊണ്ട് ശബരിമലയെ കൊള്ളമലയാക്കി തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശബരിമല കേസിൽ നമ്മളിപ്പോൾ എല്ലാവരും ഓരോ ദിവസവും ഞെട്ടലോടുകൂടിയാണ് പത്രമാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകളാണ് കേൾക്കാൻ കഴിയുന്നത്. പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ജിംഗിൾ ഗോൾഡ് ഫെയർസ്. ഡിസംബർ 22 മുതൽ 27 വരെ 1 പവൻ സ്വർണ്ണാഭരണമോ 35,000 രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങളോ പർച്ചേസ് ചെയ്യൂ. സ്വർണ്ണ നാണയം സമ്മാനമായി നേടൂ. പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.